ഹൈ ഫ്രണ്ട്സ്, പലർക്കും മറ്റൊരു സോദ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പി ടാങ്കുകൾ എവിടെ ഇരിപ്പുണ്ട്. ഈ ഗപ്പി ടാങ്കിൽ നമുക്ക് മഴ സമയത്ത് നമുക്ക് ഇതിന് കെടുക്കാനുള്ള കെയർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ എത്തിയത്. ഓക്കെ, അപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറ. യെസ്, അപ്പോൾ ഈ ഒരു സ്പേസിലെത്തിയതിന് ശേഷം നമുക്കിവിടെ മഴയത്ത് നമുക്ക് കൊടുക്കാനുള്ള പ്രധാനമായിട്ടുള്ള കെയർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളിപ്പം ചെയ്തെടുത്ത ടാങ്കുകളാണ്. ഈ ടാങ്കുകളിൽ നമുക്ക് മഴയത്ത് കൊടുക്കാനുള്ള പ്രത്യേക കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്ത് നമ്മളിതിന് ഫീഡ് നമ്മൾ കൃത്യമായി ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ മഴ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. രണ്ട് നേരം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഒരു നേരം ഇതിന് കൃത്യമായിട്ടൊന്ന് ഫീഡ് കൊടുക്കുക. ഓവർ എന്ന് പറഞ്ഞാൽ തണുപ്പ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പം ഫീഡ് കൊടുത്തില്ലെങ്കിലും പിന്നെ അതുപോലെ കറക്റ്റ് സമയത്തിന് നമ്മൾ ഫീഡ് കൊടുത്തില്ലെങ്കിലോ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പം വരില്ല, ഈ ടാങ്ക് പുറത്തായതുകൊണ്ട്. പക്ഷേ ഇൻ കേസ് അതിലൊക്കെ ആണെങ്കിൽ പ്രശ്നം വരും. ഓക്കെ, ഇതിൽ പ്രശ്നം വരില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് നമ്മൾ ഒറയിൽ ചെയ്തെടുത്ത ടാങ്ക് ആയതുകൊണ്ട് ഒറയിൽ ചെയ്യുന്ന ടാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നമുക്ക് അഡ്വൈസായിട്ട് നമുക്ക് ഓവറായിട്ട് വെള്ളം മഴ സമയത്ത് നിറഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ സൈഡിൽ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ മഴ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് വെള്ളം അങ്ങനെ ഇതിൽ ഓവർഫ്ലോ ആയിട്ട് പോവുകയും ചെയ്യും. അത് പോയിട്ട് ഇതിനകത്ത് നമുക്ക് പി എച്ചിൽ പ്രത്യേകിച്ച് നമുക്ക് വലിയ വേരിയേഷൻസ് വരില്ല. പി എച്ചിൽ വേരിയേഷൻ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഫിഷിന് ആവശ്യം ഒരു ന്യൂട്രൽ പി എച്ച് ആണ്. നമുക്കൊരു 7 ചെറിയ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം പി എച്ചിൽ. പക്ഷേ ഇൻ കേസ് ആ ഒരു നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇട്ടിരിക്കുന്നതാണെങ്കിൽ ഓവറായിട്ട് അങ്ങ് തണുപ്പ് കയറും. പക്ഷേ ഇതിലാണെങ്കിൽ തണുപ്പ് അങ്ങനെ ഓവർ കയറില്ല. ഈ ഒറയുടെ അകത്ത് ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് എപ്പോഴും നിലനിൽക്കും. നമ്മൾ നോർമലി പുറത്തുള്ള ടാങ്കുകളിലെ പോലെ പുറത്തുള്ള മീൻസ് പുറത്ത് നമ്മൾ ഒരു ചാലിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ ഒക്കെ ഉള്ളതുപോലത്തെ ഒരു ക്ലൈമറ്റ് ഇതിനകത്ത് സെറ്റ് ആവും. അതുകൊണ്ട് ഫിഷിന് വലിയ കുഴപ്പമില്ല. അത് കുളത്തിലൊക്കെ ഉള്ള ക്ലൈമറ്റ്, പുഴയിലെ അല്ല. പുഴയിൽ വെള്ളപ്പൊക്കെ വരുമ്പോൾ ആ ക്ലൈമറ്റ് അല്ല, നമുക്കൊരു കുളത്തിലൊക്കെ ഉള്ള ക്ലൈമറ്റ് ഇതിനകത്ത് സെറ്റ് ആവും. കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉറപ്പായിട്ട് ഇട്ടേക്ക്. വാട്ടർ പ്ലാന്റ്സ് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടാകും കേട്ടോ. വാട്ടർ പ്ലാന്റ്സ് ഇട്ടേക്ക്. ഇതിനകത്ത് എല്ലാത്തിലും വാട്ടർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഞാൻ മൂടി വെച്ചേക്കാൻ കാരണം അല്ലാത്ത സമയത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് തുറന്ന് കാണിച്ചു തരാം. നമുക്ക് സീത്രൂ കോയിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കണ്ട, അവന്മാർക്ക് അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ട, സീത്രൂ കോയിസിന് അനങ്ങാതിരിക്കും ക്യാമറ. ഓക്കെ, കണ്ട സീത്രൂ കോയിസ് അവന്മാർ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. അതേപോലെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം നിറച്ച് സെറ്റായി സാധനം സെറ്റായിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ സൈസ് പെട്ടെന്നുണ്ട്, അത്യാവശ്യം കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. എനിക്ക് ഏകദേശം ചിലവായത് ഒരു 6000 രൂപയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും നമുക്ക് ഈ ടാങ്കിന് എനിക്ക് ചിലവായത്. പക്ഷേ അതിൻ്റെ ഒരു 100 ഇരട്ടി നമുക്ക് ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു വർഷത്തിനകത്ത് തന്നെ അതിൽ നിന്ന് ഏകദേശം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ എൻ്റെ ഇപ്പം ഞാൻ അമ്പലം ഇതിട്ടിരിക്കുന്ന ഒരു പ്ലേസിൽ കുറച്ച് കള്ളന്മാരുണ്ട്. അവന്മാരത് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര എമൗണ്ട് കിട്ടില്ല. വീട്ടിലൊക്കെയാണെങ്കിൽ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല. എനിക്കിവിടെ അങ്ങനെ കുറച്ച് പാവം പിച്ചെടുത്ത് ജീവിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. വീട്ടുകാർക്ക് നോക്കാൻ വയ്യ, അല്ല അത്ര രീതിയിൽ പിച്ചെടുത്ത് ജീവിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വന്നിടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയല്ലേ പറയാൻ പറ്റും, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ നമുക്ക് അന്ന് ഈ പ്രോബ്ലം ഉണ്ടായപ്പോൾ പലരും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മളെ കയ്യിൽ നിന്ന് അവരിപ്പോൾ എടുത്തുകൊണ്ട് പോയപ്പോൾ എനിക്കുണ്ടായ വിഷമം വേറെ ഇതാണ്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ പബ്ലിക്കായിട്ട് ഇടാത്തത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്, മൈനറാണ്. സോ അപ്പോൾ നമുക്ക് നോർമലി അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ വലിയൊരു എമൗണ്ട് ചിലപ്പോൾ പെനാൽറ്റി കിടക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഞാൻ നോർമലി അവൻ്റെ പിക്ചറൊന്നും ഞാൻ ഡയറക്റ്റ്ലി നമുക്ക് ആരെയും കാണിക്കാതിരുന്നത്. അല്ലാതെ എനിക്ക് കാണിക്കുന്നതിന് എനിക്കൊരു തോന്നില്ല, അവനെ കാണിച്ച് അവനെ നാറ്റിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഇത്. 18 വയസ്സിന് മുകളിലായിരുന്നു നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ 18 വയസ്സിന് താഴെയുള്ള കൊച്ചു പൈലാണ്. അവൻ്റെ ഫേസ് ജസ്റ്റ് ഒന്ന് ബ്ലറാക്കിയിട്ട് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നോക്കാം. അതിൻ്റെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നല്ലതേ വരൂ, ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ടാങ്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് ആവില്ല. ഞാനിപ്പോൾ 4 ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ 6000 7000-നകത്ത്, കറക്റ്റ് 6000-നകത്തേ ആയിട്ടുള്ളൂ എല്ലാം കൂടെ സെറ്റ് ചെയ്തപ്പം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഇതാണ് ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വലുതായിട്ട് മൂടി വയ്ക്കേണ്ട, വെള്ളം നിറഞ്ഞ ഔട്ട്ഫ്ലോ ആയിട്ട് പോവുകയും ചെയ്യും. നമുക്ക് ഈ പി എച്ച് വേരിയേഷൻ വന്ന് മഴയത്ത് മീൻ ചാകുമെന്നുള്ള പേടി ഉറപ്പായിട്ട് വേണ്ട, അതൊരിക്കലും ചത്തുപോകില്ല. ഇതുപോലെ എന്തെങ്കിലും ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പാമ്പോ വേറെ തവളയൊന്നും ഇറങ്ങില്ല. സുരക്ഷിതമായിട്ട് നമ്മളെ സാധനങ്ങൾ ഇരിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല ഗ്രോത്തും കിട്ടും, നല്ലൊരു എമൗണ്ട് നമുക്കിത് ജനറേറ്റ് ചെയ്യാനും പറ്റും. നമുക്കിവിടെ 2 ദിവസം നമ്മൾ ഇല്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ആമ്പലും താമരയൊക്കെ നമ്മൾ ഇട്ടാലേ പറ്റുമെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമുക്ക് 2-3 ദിവസം ഫീഡ് കൊടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഈ സിമൻറ്റ് ടാങ്കിൻ്റെ. സോ അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ സിമൻറ്റ് നിങ്ങൾ അല്ലാതെ കട്ട വെച്ച് കെട്ടരുത്, ഉറ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കട്ട വെച്ച് കെട്ടിക്കാൻ നല്ല എമൗണ്ടും ആകും, പിന്നെ വെടിക്കാനും ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് ചെയ്യരുത്.
പിന്നെ ടാർപ്പ് വാങ്ങിച്ചിട്ട് കുറഞ്ഞ ടാർപ്പ് വാങ്ങിച്ചിട്ട് ചെയ്യരുത്. ഒരു വലിയ ടാർപ്പ് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. മിക്സർ ഗേപ്പിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിൽ നമുക്ക് ടാർപ്പ് സെറ്റ് ചെയ്യാം. അത് കൂടി ടാർപ്പയാണ്. ആ ഒരു ടാർപ്പൊക്കെ നമുക്ക് 4000-5000 രൂപ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മിക്സറിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് സ്ലോപ്പ് ഇട്ടതിന് ശേഷം അതിൽ വേറെ ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗപ്പീസ് സെയിലുണ്ട്. ഗപ്പീസ് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 50, 100, 6 ഇഞ്ചിനുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ 250 നമ്മൾ വലിയതായിട്ട് ഗപ്പീസ് ഒന്നും സെയിൽ പോലും ചെയ്യുന്നില്ല. പലരും ഇപ്പോൾ 250 സെയിൽ ചെയ്യുന്നത്. നമ്മൾ വെറും 100, 6 ഇഞ്ചാണ് പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഓർഡറുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ക്ലാസ്സിന് പോകാതിരുന്ന ദിവസമായിരുന്നുകൊണ്ട് ഓർഡേഴ്സൊക്കെ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റി. പക്ഷേ ഇപ്പോൾ ഒരു 50 ഓർഡേഴ്സൊക്കെ എനിക്ക് വരുന്നുണ്ട്. എന്നെ ഒത്തിരി നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഓർഡേഴ്സ് ലഭിക്കുന്നത്. പിന്നെ ബൈ ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഞാൻ വിശ്വസിക്കുന്നു, ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്ന് ഓർഡർ ചെയ്യുക. കുറച്ച് പാടാണ് എനിക്കിപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി. കാരണം നമുക്ക് ഒരു 50 ഓർഡേഴ്സൊക്കെ വരുമ്പോൾ എനിക്ക് തിങ്കളാഴ്ചകൾ രാവിലെ 10 മണിക്കുമേ പോകണം. സോ അതുകൊണ്ടാണ് ഞാൻ തിങ്കൾ ഇപ്പോൾ അയക്കാതെ ചൊവ്വയും തിങ്കളുമായിട്ട് ആൾക്കാരടുത്ത് പറഞ്ഞ് ചൊവ്വയും തിങ്കളും കൊണ്ട് അയച്ചു തീർക്കാറുണ്ട്. ചില സമയത്ത് ചൊവ്വയും തിങ്കൾ ആ വീക്ക് പറ്റിയില്ലെങ്കിൽ ബുധനെ എടുക്കും, അല്ലെങ്കിൽ അടുത്ത വീക്ക് അങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്നെ നേരെ അറിയുന്നവർക്ക് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വീണ്ടും കാണാൻ. ബൈ ബൈ.